മാറിപ്പോയാലും പ്രശ്നമാണ്. പുറത്തിറങ്ങിയത് എങ്ങനെയാണല്ലോ. പുറത്തിറങ്ങിയത് എങ്ങനെയാണല്ലോ. തിരക്കോട് തിരക്ക്. പിന്നെ ഈ ആളുകളിൽ വണ്ടിയിൽ നിന്നൊന്നും ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ലല്ലോ. ശരിക്കും നമ്മളെ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അത് അവന്റെ മരണകാരണം എന്താ? അതെന്ന് പറഞ്ഞാല് മറ്റേ ഈ MDMA-യുടെ 2 കവർ ഈ ചെറുക്കം വിഴുങ്ങിയിരുന്നു. അപ്പം ഈ കവർ അകത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാ. ഇത് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡിൽ കലരും. ഈ ഫുഡിന്റെ അകത്തുകൂടെ ഈ സാധനത്തിൽ പോയിട്ട് ഇത് നെർവ്സിൽ അപ്പം ഈ ധമനികൾ ഇതെടുത്തിട്ട് ഹൃദയത്തിലെത്തിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ ഈ നമുക്ക് പ്രവർത്തനം നിലയ്ക്കും. പിന്നെ ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന് 90% ധമനികൾ ബ്ലോക്ക് ആയിരുന്നു. അതായത് 90% ബ്ലോക്ക് അടി കൊടുത്താൽ തീരും. ആ രീതിക്കാണ് അവർക്ക്. അപ്പൊ അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ. ഹലോ കേൾക്കാമോ? അതെ, കോള് കയറുന്നതാണ്. അതാണ് ഈ വാട്സാപ്പിൽ വിളിക്കുമ്പോൾ വലിയ പ്രശ്നം ഇതാണല്ലോ. അപ്പൊ പല്ല് മുഴുവൻ ദ്രവിച്ചു പോയി. അതായിരുന്നു അവന്റെ അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ഒരാള് കിട്ടി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ. കാരണം ഇവരൊന്നും ചെയ്തുമില്ല. ഇവൻ ഈ വണ്ടി കിടന്ന് ഈ ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് മുമ്പോട്ടും പുറകോട്ടും കിടന്ന് ഇടിക്കുന്നുണ്ട്, കാലിട്ടടിക്കുന്നുണ്ട്. അപ്പൊ ഈ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിറുലൻ സ്വഭാവം ഉണ്ടല്ലോ. അതാന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല. അപ്പൊ ഇവൻ ആരോടും പറഞ്ഞുമില്ല. അപ്പം ഇവര് ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു 4 മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പൊ അത് അറിഞ്ഞില്ല. ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത്. അപ്പം വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. അപ്പൊ നമ്മുടെ നല്ല കാലമോ കഷ്ടകാലമോ അപ്പൊ എന്തായാലും നമ്മൾ സെൽഫിഷായി മാറുന്നൊന്നുമില്ല. ഞങ്ങൾ ആ സമയത്ത് ടോമിൻ തച്ചങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ, തിരുവനന്തപുരത്ത്. അപ്പൊ ഞാനും എന്റെ ഒരു ഷഹൻഷാ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരൻ പയ്യനുണ്ട്. അവൻ 21 ബാച്ചാ. അവൻ താനൂർ SHO ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കുക. അപ്പൊ അവന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് കേസിൽ പ്രതിയായി പോയനെ. അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം. അവരും അന്ന് ആ തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ തലശ്ശേരി ASP ആയി. ജനുവരി 1 SP ആവും. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തില്? ഹലോ, പോലീസുകാര് ബുക്ക് ചെയ്ത കേസിൽപ്പെട്ട ഹലോ അവർക്കെല്ലാം ജാമ്യം കിട്ടി. അല്ല, എന്താണ് ചാർജ് ഷീറ്റിൽ അവരെ സിറ്റുവേഷൻ എന്താണ്? ചാർജ് ഷീറ്റ് ആയിട്ടില്ല. അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ്. കുടുങ്ങാതെ. കാരണം ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു മനഃപൂർവ്വമായിട്ട് ഒരു കുറ്റം ചെയ്യണം എന്നുള്ള ഉദ്ദേശം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭാഷയിൽ മെൻസ്രിയ എന്ന് പറയും. അത് ഉള്ളപ്പോഴാണല്ലോ ശരിക്കും ഒരു കുറ്റവാളിയാകുന്നത്. ഇത് MDMA ഉപയോഗിച്ച ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഉദ്ദേശമല്ലാതെ ഇവരെ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശമില്ല. നമ്മൾ ഇടുക്കിയിലെ കൂട്ടക്കാലം മറ്റേ ഉരുട്ടിക്കൊല്ലയൊക്കെ നോക്കുമ്പോ 4 ദിവസമൊക്കെ വെച്ച് അടി കൊടുത്ത് ശരീരത്തിന്റെ സകലമാന ഭാഗവും ചതച്ച് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ഇത്. അങ്ങനെ ഒരു സാധനമേ അല്ലല്ലോ. ഇതിൽ ഇന്റൻഷൻ ഇല്ലല്ലോ. ഇതിൽ MDMA ഉള്ളവരെ പിടിച്ചു. ഇവൻ വിഴുങ്ങിയിട്ടുള്ള കാര്യം കൂടെ നിൽക്കുന്നതിനും അറിയത്തില്ല, പിടിച്ച പോലീസുകാർക്കും അറിയത്തില്ല. അപ്പോഴുണ്ടാകുന്ന ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു ജീവൻ പോയാൽ എന്തായാലും ജീവൻ പോയി. അതിനിപ്പോ വേറെ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. പോസ്റ്റ്മോർട്ടത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതുണ്ട്. അത് ഇവർക്ക് ഫേവറബിൾ ആവുമല്ലോ അല്ലെ? പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകര് ഒരു മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശം ഇല്ലാതെ, എന്നാൽ ആ ഒരു അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ അവര് പോയി 90 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അതെ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ബാക്കി നമ്മള് എന്തായാലും നോക്കണം.